ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഫ്ലോബി.io. ഈ വീഡിയോയിലൂടെ നമുക്ക് ചാറ്റ് ബോട്ട്സ് പരിചയപ്പെടാം. ചാറ്റ് ബോട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതിൽ ഓരോ ഓപ്ഷൻസും എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ നമുക്ക് ഫസ്റ്റ് ചാറ്റ് ബോട്ടിൽ വരിക, ദെൻ വാട്സപ്പ് ക്ലിക്ക് ചെയ്യുക, ദെൻ ആഡ് ന്യൂ ഫ്ലോ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ചാറ്റ് ബോട്ടിന് ജസ്റ്റ് പേരിടുക, എന്നിട്ട് ആഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതാണ് ചാറ്റ് ബോട്ടിലെ ഒരു വിൻഡോ വരുന്നത്. ഏത് ടെക്നിക്കൽ സ്കിൽ ഇല്ലാത്ത ആളുകൾക്കും വളരെ ഈസി ആയിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് ചാറ്റ് ബോട്ടുകൾ ക്രിയേറ്റ് ചെയ്യാം. സോ ഈ കാണുന്ന ഓരോ എലമെൻറ്റുകൾ നോഡ്സ് എന്നാണ് പറയുക. അപ്പോൾ ഓരോ നോഡുകളും എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ വെരി ഫസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു നോഡ് കാണാം. ഇത് ഡീഫോൾട്ട് നോഡാണ്. ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അതായത് ഒരു കസ്റ്റമർ നമുക്ക് ഫസ്റ്റ് ടൈം മെസ്സേജ് അയക്കുമ്പോൾ എന്ത് റീപ്ലൈ ആണ് പോകുന്നത് എന്ന് ഇവിടെ നിന്ന് കണക്ഷൻ കൊടുക്കുന്നതനുസരിച്ചിരിക്കും. സോ അതാണ് സ്റ്റാർട്ട്. സോ മൾട്ടിപ്പിൾ നോഡുകൾ ഒരേ സമയം നമുക്ക് കസ്റ്റമർക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. സോ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് ടെക്സ്റ്റ് നോഡ് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് നോഡ് എന്ന് പറയുമ്പോൾ ഇതിലുള്ള വാല്യൂ ജസ്റ്റ് ടെക്സ്റ്റ് മാത്രമായിരിക്കും. ഇത്തരത്തിലുള്ള ടെക്സ്റ്റുകൾ മാത്രം കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യുന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് നോഡാണ് നമ്മൾ യൂസ് ചെയ്യുക. സോ വെരി ഫസ്റ്റ് കസ്റ്റമർക്ക് പോകുന്ന മെസ്സേജ് ടെക്സ്റ്റ് മെസ്സേജ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിൽ നിന്ന് ഇത് കണക്ട് ചെയ്ത് കൊടുക്കണം. സോ അടുത്തത് പിക്ചർ എന്ന് പറയുന്ന ഒരു നോഡാണ്. പിക്ചർ നോഡ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് പിക്ചറും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ടെക്സ്റ്റും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ദെൻ ഇവിടെ അപ്ലോഡ് ഇമേജ് എന്ന് കൊടുത്താൽ നമുക്ക് ആ ഇമേജ് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഏത് ഇമേജാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ആ ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ഇതാണ് പിക്ചർ നോഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് കണക്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ ഹായ് മെസ്സേജ് അയക്കുമ്പോൾ ഒരു ടെക്സ്റ്റ് പോവും, ഇമേജ് പോവും. ദെൻ നിങ്ങൾക്കൊരു ഡോക്യുമെൻ്റാണ് ആഡ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റും പോവും. ഡോക്യുമെൻറ്റും ഈ ഒരു ഇമേജ് പോലെ തന്നെയാണ്. നമുക്കതിൽ ടെക്സ്റ്റ് ഉൾക്കൊള്ളിക്കാം ആൻഡ് നമുക്കൊരു ഡോക്യുമെൻറ്റും ഇതിൽ ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, PDF അതുപോലത്തെ ഡോക്യുമെൻ്റ് നമുക്ക് ആഡ് ചെയ്ത് വെക്കാം. ഇത് നമുക്ക് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ നയിക്കാം. അതുകൂടാതെ അടുത്തൊരു നോഡാണ് ഓഡിയോ എന്നുള്ളത്. ഇത് നമുക്ക് ഓഡിയോ ഫയലുകൾ ആഡ് ചെയ്യാം, പ്ലസ് ഒരു ഡിസ്ക്രിപ്ഷനും കൊടുക്കാൻ പറ്റും. ദെൻ ഒരു ഡിസ്ക്രിപ്ഷൻ. ദെൻ അടുത്തൊരു നോഡാണ് വീഡിയോ എന്നുള്ളത്. വീഡിയോ ഇതുപോലെ തന്നെ നമുക്ക് വീഡിയോ ആഡ് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്യാം. ദെൻ ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഒരു നോഡ് വരുന്നുണ്ട്. അതായത് ടെംപ്ലേറ്റ് എന്ന് പറയുമ്പോൾ പ്രീ ഡിസൈൻഡ് ആയിട്ട് മെറ്റ അപ്രൂവ് ചെയ്തിട്ടുള്ള മെസ്സേജ് പറയുന്നത് ടെംപ്ലേറ്റ് എന്ന് പറയും. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നമുക്ക് കസ്റ്റമർക്ക് ടെംപ്ലേറ്റ് അയക്കണമെന്നുണ്ടെങ്കിൽ അതും നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റും. സോ ഇത്രയും നോഡുകളാണ്. ഈ നോഡുകളുടെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് മെസ്സേജ് ഡെലിവറി ചെയ്യുള്ളൂ. കസ്റ്റമർക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷനും അല്ലെങ്കിൽ ആൻസർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടായിരിക്കില്ല. സോ അത്തരത്തിലുള്ള നോഡുകളാണ് അത് പരിചയപ്പെടുന്നത്. ഇനി നമുക്ക് ഒരു കസ്റ്റമർ മെസ്സേജ് അയക്കുമ്പോൾ ഒരു ലിസ്റ്റാണ് അയക്കേണ്ടതെന്ന് വിചാരിക്കുക. അത് നമ്മൾ ഉപയോഗിക്കുന്ന നോഡാണ് ലിസ്റ്റ് നോഡ്. ഈ ലിസ്റ്റ് നോഡിൽ നമുക്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 10 ഐറ്റംസ് വരെ ആഡ് ചെയ്യുമെന്നുള്ളതാണ്. ഇതിന് ഫൂട്ടർ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഫൂട്ടർ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മെസ്സേജിൻ്റെ താഴെ ഗ്രേ ഔട്ടായിട്ട് കാണാൻ പറ്റുന്ന ഒരു മെസ്സേജാണ് ഫൂട്ടർ ടെക്സ്റ്റ്. ഇനി ആൻസേഴ്സിനാണെങ്കിൽ നമുക്ക് ഹെഡിങ് കൊടുക്കാം. ഓപ്ഷൻസെന്നോ അതല്ലാന്നുണ്ടെങ്കിൽ ടൈപ്സെന്നോ ആ രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ആൻസറുകൾ നമ്മൾ 10 മേലെ കൊടുക്കുക. അതിന് 1, 2, ദെൻ 3, ദെൻ 4, 5, 6, 7, 8, 9, ദെൻ 10. ഇത്രയും 10 നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് വേരിയബിൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നമുക്ക് ഇതിൽ എൻ്റർ ചെയ്യുന്ന ഡാറ്റ കസ്റ്റമർ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഏതെങ്കിലും ഒരു വേരിയബിളിലേക്ക്
സേവ് ചെയ്തെടുക്കാം. നമുക്കിത് ടൈപ്പ് എന്നുള്ള വേരിയബിളും പ്രൊവൈഡ് ചെയ്യാം. ഇനി ഡീഫോൾട്ട് എറർ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള ഏതെങ്കിലും ഒരു ഓപ്ഷൻ കസ്റ്റമർ ചൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് മെസ്സേജാണ് കസ്റ്റമർക്ക് പോകേണ്ടത് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് പ്ലീസ് ചൂസ് എ ഓപ്ഷൻ എന്ന് പ്രൊവൈഡ് ചെയ്യാം. ദെൻ സേവ് എന്ന് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് കസ്റ്റമർ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു മെസ്സേജ് പോകുന്നു. ഈ 10 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കസ്റ്റമർക്ക് ചൂസ് ചെയ്യാം. ഇൻ കേസ് കസ്റ്റമർ ഇതിലൊന്നും ചൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിഫോൾട്ട് മെസ്സേജ് പോകും. ഡിഫോൾട്ട് മെസ്സേജ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറ്റും, ഈ ഒരു ഡിഫോൾട്ട് മെസ്സേജിൻ്റെ അവിടെ നിന്ന് ഒരു കണക്ഷൻ ഡിഫോൾട്ട് കസ്റ്റമർ ഇത് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ ടെസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏതിലേക്കാണോ കണക്ഷൻ കൊടുക്കുന്നത് ആ ഒരു മെസ്സേജിന് വർക്കൗട്ട് ആവുക. ഇനി ഇതിൻ്റെ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഇവിടെ നിങ്ങൾ കാണുന്ന നോഡുകൾക്കൊന്നും ഈ ഭാഗത്ത് നിങ്ങൾക്ക് പുല്ലിൻ്റെ ഓട്ടോ കാര്യങ്ങളോ കാണുന്നില്ല. കാരണം അത് അവിടെ അവസാനിച്ചു, അടുത്ത കണക്ഷൻ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ ഈ നോഡിൻ്റെ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴും പ്രത്യേകം വേറെ ഒന്നിലേക്കോ അല്ലെങ്കിൽ ഒരേ മെസ്സേജുകളിലേക്കോ ഇതിന് ടാർഗറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ഫ്ലോ പ്രകാരമായിരിക്കും ആ ഒരു ബോട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്തൊരു നോഡാണ് ക്വിക്ക് റീപ്ലൈ എന്ന് പറയുന്ന നോഡ്. ക്വിക്ക് റീപ്ലൈ എന്ന് പറയുമ്പോൾ ഇത് ലിസ്റ്റായിട്ടാണ് കസ്റ്റമർക്ക് കാണുക എന്നുണ്ടെങ്കിൽ ക്വിക്ക് റീപ്ലൈ എന്ന് പറയുന്നത് ബട്ടണായിട്ടാണ് കാണുക. ബട്ട് ക്വിക്ക് റീപ്ലൈൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 3 ബട്ടണുകളാണ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് ഫോട്ടർ ഉണ്ട്. വേണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്യാം ഫൂട്ടറുകളിൽ. ദെൻ ആൻസർ ബട്ടൺ 1 V1 അതായത് നമുക്ക് സാധാരണ ഇവിടെ കൊടുക്കാൻ പറ്റുന്നതാണ്. അതായത് ഇപ്പോൾ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ വ്യൂ മെനു, ദെൻ വേറൊരു ബട്ടൺ ലൊക്കേഷൻ, അങ്ങനെ കൊടുക്കാം. മൂന്ന് ബട്ടൺ കൊടുക്കുക എന്നുള്ളത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് 1 2 കൊടുക്കാവുന്നതാണ്. 3 തന്നെ കൊടുക്കണം എന്ന് നിർബന്ധം ഇല്ല. ഓക്കെ, ദെൻ ഇവിടെ വേരിയബിൾ എന്നൊരു ഓപ്ഷൻ കാണാം. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന ആൻസർ എവിടേക്കാണ് ഡെലിവർ ആവേണ്ടത്, ഏത് വേരിയബിളാണ് സേവ് ആയി പോകേണ്ടത് എന്ന് നോക്കാനാണ് ഈ ഒരു ഓപ്ഷൻ ഇതിൽ വരുന്നത്. ദെൻ അവസാനം നമുക്ക് ഡീഫോൾട്ട് എറർ മെസ്സേജ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഡീഫോൾട്ട് എറർ മെസ്സേജ് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു ഓപ്ഷൻ കസ്റ്റമർ ചൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടതെന്നാണ്. അറ്റ് ടോപ്പിൽ നിങ്ങൾക്ക് മീഡിയ ഹെഡർ എന്നൊരു ഓപ്ഷൻ കാണാം. അതായത് ഈ ക്വിക്ക് റീപ്ലൈക്ക് നിങ്ങൾക്ക് ഒന്നുകിൽ ഒരു ടെക്സ്റ്റ് ഹെഡർ പ്രൊവൈഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇമേജോ വീഡിയോ ആയിട്ടും പ്രൊവൈഡ് ചെയ്യാം. സോ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഒന്ന് ട്രൈ ചെയ്യാം. അങ്ങനെ സേവ് ചെയ്ത സമയത്ത് നമുക്കിവിടെ ഓപ്ഷൻ കാണാം അപ്ലോഡ് ഫയൽ. അപ്പോൾ നമുക്കിവിടെ മീഡിയ ഹെഡറിൽ ജസ്റ്റ് ഒരു ഫയൽ, ഒരു പിക്ചറോ അതല്ലെങ്കിൽ വീഡിയോ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതുപോലെ ഒരു മെസ്സേജാണ് കസ്റ്റമർക്ക് ഡെലിവർ ആക്കുക. സോ നിങ്ങൾക്ക് ഇതിൽ ഏത് മെസ്സേജ് വേണമെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ ഇടാം, അല്ല ഒരു മെസ്സേജ് വേറെ ഒന്നായിട്ട് കണക്ട് ചെയ്യാം, ഒരുപാട് മെസ്സേജ് ഒരേ സമയത്ത് ഇടാം. പക്ഷേ ബെറ്റർ നിങ്ങൾക്ക് ഒരു അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ചെയ്താവും. ഇത് ജസ്റ്റ് നോഡുകളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ്. സോ ഇത് അറേഞ്ച്മെൻറ്റ് കാര്യങ്ങൾ ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ എങ്ങനെ ഒരു ഇൻഡസ്ട്രിക്ക് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി ചൂസ് ചെയ്ത് അതിനെങ്ങനെ ഒരു ഫ്ലോ സെറ്റ് ചെയ്യുമെന്ന് നോക്കാം. സോ നിങ്ങൾക്കത് കുറച്ചുകൂടിയും ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് അടുത്തൊരു നോഡാണ് URL ബട്ടൺ. URL ബട്ടൺ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ അതിലൊരു ലിങ്ക് കൂടി ഉണ്ടാവും. അതാണ് URL ബട്ടൺ. പ്ലീസ് ക്ലിക്ക് ദ ലിങ്ക് ടു ലൊക്കേറ്റ് അസ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. നമുക്കിതിനാണെങ്കിൽ ഗൂഗിളിൻ്റെ ലിങ്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇത് ജസ്റ്റ് എക്സാമ്പിളാണ്. ഓക്കെ, അങ്ങനെയാണ് URL ബട്ടൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ URL ബട്ടൺ എന്ന് പറയുന്ന ഈ ഒരു നോഡ് വർക്കാവുന്നത്. സോ ഇതും നമുക്ക് കണക്ഷൻ കൊടുക്കാം. ഓക്കെ, ദെൻ അടുത്തൊരു ഓപ്ഷനാണ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. ലൊക്കേഷൻ എന്ന് പറയുന്നത് കസ്റ്റമർക്ക് ലൊക്കേഷൻ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ കസ്റ്റമറുള്ളൂ. സോ കസ്റ്റമറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കസ്റ്റമറുടെ ലൊക്കേഷൻ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ദെൻ അടുത്തതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് ആയിട്ടാണ് കസ്റ്റമർ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക. പിന്നെ നിങ്ങൾ ഈ കണ്ടതൊക്കെ ജസ്റ്റ് ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. ലിസ്റ്റ് പോലെ അല്ലെങ്കിൽ മെനു ബട്ടൺ പോലെ നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. സോ
ക്വസ്റ്റ്യൻ മെസ്സേജ് എന്ന് പറയുന്നത് നമുക്ക് ടെക്സ്റ്റ് ആയിട്ട് ചോദിക്കാം. വാട്ട് ഈസ് യുവർ നെയിം, വാട്ട് ഈസ് യുവർ ഏജ്, ആ രീതിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. സോ അങ്ങനെ ചോദിക്കുന്നത് നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഹെഡിങ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് കൊടുക്കാം. അതേപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ എവിടെയാണ് സേവ് ചെയ്യേണ്ടത് നോക്കാം. ഫോർ എക്സാമ്പിൾ വാട്ട് ഈസ് യുവർ നെയിം എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഇത് സേവ് ചെയ്യേണ്ടത് ഫുൾ നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിൾ എന്ന് നമുക്ക് വിചാരിക്കാം. അതുകൊണ്ട് അങ്ങനെ ഒരു വേരിയബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ദെൻ ഈ ഒരു ആൻസർ കസ്റ്റമർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആൻസർ ഏത് ടൈപ്പാണെന്ന് നമുക്ക് തീരുമാനിക്കാം. ടെക്സ്റ്റാണ്, ഇമെയിലാണോ, വെബ്സൈറ്റാണോ, ഫോൺ നമ്പറാണോ, ആ രീതിയിൽ. സോ ഈ നെയിം എന്ന ടെക്സ്റ്റാണ് ഞാൻ ചൂസ് ചെയ്യുന്നു. ഇങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ചാറ്റ് ബോട്ടിന് കസ്റ്റമർ എൻ്റർ ചെയ്യുന്ന ഡാറ്റ പരിശോധിക്കാൻ പറ്റും. ദെൻ സേവ് അമർത്തുക. നിങ്ങൾക്ക് ഇത് പ്രകാരം ഇമെയിലിനുള്ള ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മൊബൈൽ നമ്പറിനുള്ളത് വേറെ ചൂസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ആൻസറാണോ വേണ്ടത് അതുപോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അടുത്തൊരു നോഡാണ് റിവ്യൂ നോഡ്. ഇത് ജസ്റ്റ് ഇങ്ങനെ ലിസ്റ്റിൻ്റെ തന്നെ വേറൊരു വെർഷനാണ്. ബട്ട് ഓൾറെഡി പ്രീഫിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ സ്റ്റാറുകൾ തന്നിട്ടുണ്ടെന്ന് മാത്രം. ഇതാണ് ഫോം എന്നുള്ളൊരു നോഡ് വരുന്നുണ്ട്. ഫോം നോഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫോം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സെക്ഷൻ അടുത്ത ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് വിശദീകരിച്ച് വരും. സോ അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫോമുകൾ നമുക്ക് ഈ ഒരു ചാറ്റ് ബോട്ടിൽ എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ഹെഡിങ്ങും അതേപോലെ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കാൻ പറ്റും, ഫോൾഡർ ടെക്സ്റ്റ് കൊടുക്കാം. ദെൻ ഏത് ഫോമാണ് ആ ഒരു പർട്ടിക്കുലർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വരേണ്ടത് എന്നുള്ളത് നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കും. അതിനാണ് ഫോം നോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി സ്റ്റാറ്റസ് നോഡ് ഉണ്ട്. സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമ്മൾ ടീം ബോക്സിൽ കണ്ട പോലെ ഓരോ കസ്റ്റമറുടെയും സ്റ്റാറ്റസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഓപ്പൺ ആണോ, അതേപോലെ റിസോൾവ്ഡ് ആണോ, പെൻഡിങ് ആണോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. സോ ഈ ചാറ്റ് ബോട്ടിനുള്ളിൽ തന്നെ കസ്റ്റമർ ഏതെങ്കിലും ഒരു പ്രത്യേക ആക്ഷൻ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന ബട്ടൺ വ്യൂ മെനു കൊടുക്കുമ്പോഴോ അതല്ല ഈ 1 2 3 നിലയിൽ 3 നിൽക്കുമ്പോഴോ നമുക്ക് ആ ഒരു കസ്റ്റമറുടെ സ്റ്റാറ്റസ് പെൻഡിങ്ങോ റിസോൾവോ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മാറ്റാൻ പറ്റും. ഓക്കെ, ഇത് ഓട്ടോമാറ്റിക്കലി മാറും. ഓക്കെ, അതാണ് സ്റ്റാറ്റസ് എന്നുള്ള ഈ ഒരു നോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ടാഗ് എന്നുള്ള നോഡുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ടാഗുകൾ സെറ്റ് ചെയ്യാൻ പറ്റും ഓരോ കസ്റ്റമർക്കും. ടീം ബോക്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ടാഗുകൾ നമുക്ക് ഓട്ടോമാറ്റിക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഒരു ഫ്ലോ വർക്ക് ചെയ്യുന്നു, അയാളുടെ അതിൽ ഫസ്റ്റ് നമ്മൾ ചോദിക്കുന്നത് അവരുടെ കൺട്രിയാണ്. സോ അയാൾ ലിസ്റ്റിൽ നിന്നുള്ള കൺട്രി ചൂസ് ചെയ്തു. സോ കൺട്രി ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തീരുമാനിക്കാം ഇന്ന കൺട്രി ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ടാഗ് എന്ത് വേണം, ആ ഒരു കൺട്രിയുടെ പേരായിരിക്കണം ടാഗായിട്ട് വരേണ്ടത് എന്ന് വിചാരിച്ചു. സോ നമുക്ക് ആ ടാഗ് നമ്മുടെ ക്രിയേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ അതിനാണ് ടാഗ്. ഓരോ കസ്റ്റമർ ആക്ഷൻ അനുസരിച്ചിട്ട് ടാഗുകൾ ആഡ് ചെയ്യാനും പ്രീമിയം ചെയ്യാനും പറ്റുന്ന ഒരു ഓപ്ഷനാണ് ടാഗ്സ് എന്ന് പറയുന്നത്. സബ്സ്ക്രൈബ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ടീം ഇൻബോക്സിൽ ഒരു ഓപ്ഷൻ പറഞ്ഞിരുന്നു, ഡു നോട്ട് ഡിസ്റ്റർബ് എന്നുള്ളൊരു ഓപ്ഷൻ. അപ്പോൾ സബ്സ്ക്രൈബ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കസ്റ്റമർ ഏതെങ്കിലും ഒരു ആക്ഷൻ നടക്കുമ്പോൾ ആ ഒരു ഡു നോട്ട് ഡിസ്റ്റർബ് ഓഫാക്കാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് വെക്കുന്നത്. ഇനി അൺസബ്സ്ക്രൈബ് ആണ് നമ്മൾ ഒരു ഇതുമായി കണക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഡു നോട്ട് ഡിസ്റ്റർബ് ഓൺ ആക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഓഫർ അയച്ചു. സോ ഓഫർ അയച്ചിട്ട് 2 ബട്ടൺ ഉണ്ട്, ഒന്ന് അൺസബ്സ്ക്രൈബും സബ്സ്ക്രൈബ്. അപ്പോൾ സബ്സ്ക്രൈബ് നിൽക്കുന്നവർക്ക് ഈ നോഡ് കൊടുക്കാം, അൺസബ്സ്ക്രൈബ് നിൽക്കുന്നവർക്ക് ഈ ഒരു നോഡ് കൊടുക്കാം. ഓക്കെ, ദെൻ ഫ്ലോ എന്നുള്ള ഒരു നോഡ് വരുന്നുണ്ട്. അതായത് ഇതിൻ്റെ മൾട്ടിപ്പിൾ ഫ്ലോകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഒരു ഫ്ലോയുടെ ഇടയിൽ വേറൊരു ഫ്ലോമായിട്ട് കണക്ട് ചെയ്യണമെന്നതിനാണ് സെറ്റ് ഫ്ലോ എന്ന് പറയുന്ന ഈ നോഡ് വരുന്നത്. സോ നമുക്കിതിൽ സെറ്റ് ഫ്ലോ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ഏത് ഫ്ലോ ആണോ അടുത്ത കണക്ഷൻ വരുന്ന ആ ഫ്ലോസ് ഒക്കെ ചൂസ് ചെയ്യാം. ഇനി ഈ ഒരു ഫ്ലോ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്, ഫോർ എക്സാമ്പിൾ ഈ 2 സ്റ്റാറിൽ നിൽക്കുമ്പോഴാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ നേരെ അതിന് തിരിവ് കണക്ഷൻ കൊടുക്കാൻ പറ്റും. അടുത്തൊരു ഓപ്ഷനാണ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രത്യേക ആക്ഷൻ നടക്കുമ്പോൾ നമ്മളുടെ ടീമിലുള്ള ആരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് പോകണം എന്നുണ്ടെങ്കിൽ അതിനാണ് നമുക്ക് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന നോഡ് വർക്കാവുന്നത്. നമുക്കിവിടെ നമ്മളുടെ ടീമിലുള്ള അംഗങ്ങൾ ചൂസ് ചെയ്യാം ആർക്കൊക്കെ മെസ്സേജ് പോകണം എന്നുള്ളത്. അതിനുശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏത് ടെംപ്ലേറ്റ് ആണെന്നാണ്. ടെംപ്ലേറ്റ് മെസ്സേജ് മുഖേന മാത്രമാണ് ഈ മെസ്സേജ് നമുക്ക് അയക്കാൻ സാധിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മൾ ചാറ്റ് ത്രൂ കസ്റ്റമറിനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് കസ്റ്റമർ കണക്ട് ഏജൻറ്റ് എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് വിചാരിക്കുക. സോ കണക്ട് ഏജൻറ്റ് എന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും, ഇത് നമ്മുടെ ഏജൻറ്റിന് മെസ്സേജ് ആയിട്ട് പോകേണ്ടി വരും. സോ ആ ഒരു ഏജൻറ്റിനെ ചൂസ് ചെയ്തിട്ട് നമുക്ക് ആ മെസ്സേജ്
ഓട്ടോമാറ്റിക്കലി അയക്കാൻ പറ്റുന്നതാണ്. അതിനാണ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ നോഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു നോഡുണ്ട്. കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇഫ് കണ്ടീഷൻ, അതായത് യെസ് ഓർ നോ കണ്ടീഷൻ നോക്കിയിട്ട് അയക്കുന്ന നോഡുകളാണ് ഈ കണ്ടീഷൻ നോഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു വേരിയബിൾ നോക്കിയിട്ട്, അതായത് കസ്റ്റമറുടെ പേരിൻ്റെതാണെങ്കിൽ, കസ്റ്റമറുടെ നെയിം ഇന്നതാണെന്നുണ്ടെങ്കിൽ, ആ രീതിയിൽ നമുക്ക് പ്രത്യേകം കണ്ടീഷൻ സെറ്റ് ചെയ്തിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമേഴ്സിന് മെസ്സേജുകളോ അല്ലെങ്കിൽ ഓപ്ഷൻസോ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതാണ് കണ്ടീഷൻ വഴി വരുന്നത്. അഡ്ജസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അഡ്ജസ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു വേരിയബിളിലേക്ക്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ 2 വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, ഫുൾ നെയിം എന്നുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ആ വേരിയബിളിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള ഏതെങ്കിലും വേരിയബിളിലത്തെ ഡാറ്റ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ നമ്മൾ ടീം ബോക്സിൽ പറഞ്ഞ പോലെ കസ്റ്റമർ നെയിമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ കസ്റ്റമർ നെയിം തന്നെയാണ് ഇതിലേക്കും പോകേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് തന്നെ അത് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു ഓപ്ഷനാണ് ഈ അറിയുന്ന വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വേരിയബിൾ പുതിയത്, ആ വേരിയബിളിലേക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വേരിയബിൾസ് ഡാറ്റ ഓട്ടോമാറ്റിക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് അപ്ഡേറ്റ് വേരിയബിൾ എന്ന് പറയുന്ന ഈ ഒരു നോഡ്. സോ ഇതെല്ലാം നമ്മളൊരു ആക്ഷൻ സംഭവിക്കുക എന്നുള്ളതിലാണ്. അതായത് ചിലപ്പോൾ 3 സ്റ്റാർ നിൽക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ കസ്റ്റമർ ഏതെങ്കിലും ബട്ടൺ അമർത്തുമ്പോഴായിരിക്കാം, സബ്മിറ്റ് എന്നുള്ള ബട്ടൺ അമർത്തുമ്പോഴായിരിക്കാം. അതൊക്കെ നമുക്ക് തീരുമാനിക്കാം. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം. ഒരൊറ്റ കാര്യമുള്ളൂ, മേലെ കാണിച്ചിട്ടുള്ള ഈ റെസ്പോണ്ട്, അതായത് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റാത്ത മെസ്സേജുകൾ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന മെസ്സേജുകളാണ് താഴെ കാണിക്കുന്നത്. ഇതിൽ ഓരോ മെസ്സേജ് ക്ലിക്ക് ചെയ്യുമ്പോഴും അടുത്തെന്താ സംഭവിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണിക്കുന്ന എല്ലാ ആക്ഷൻസും അതിന് സൂട്ടബിൾ ആണ്. ഓക്കെ, സോ അതിനാണ് അഡ്ജസ്റ്റർ ഉപയോഗിക്കുന്നത്. അസൈൻ യൂസർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ ടീം ബോക്സിൽ പറഞ്ഞു, ടീം ബോക്സ് പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീം ബോക്സിൽ നമുക്ക് ചാറ്റുകളെ മാനുവലി അസൈൻ ചെയ്യാനുള്ളത്. ഇനി മാനുവലി മാത്രമല്ല, നമുക്ക് ചാറ്റ് ബോട്ട് വഴിയും ചാറ്റുകൾ അസൈൻ ചെയ്യാൻ പറ്റും. സോ അതിനാണ് നമ്മൾ അസൈൻ യൂസർ എന്ന് പറയുന്ന ഈ നോഡ് ഉപയോഗിക്കുന്നത്. സോ ഇതിൽ നമുക്ക് ഓപ്ഷൻസ് 3 ടൈപ്പായിട്ട് കാണാം. റോഡ് റിബൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് ഓരോ വരുന്ന ലീഡുകളും അല്ലെങ്കിൽ ഓരോ വരുന്ന ചാറ്റുകളും റൗണ്ടായിട്ട് അസൈൻ ചെയ്യാനുള്ളതാണ്. അതായത് ഒരാൾക്ക് അസൈൻ ചെയ്തു, പിന്നെ വീണ്ടും അടുത്ത ആൾക്ക് അസൈൻ ചെയ്യുക. അവൈലബിലിറ്റി നോക്കിയിട്ട് ഓട്ടോമാറ്റിക്കലി ഒരു സർക്കിൾ രൂപത്തിൽ അസൈൻ ചെയ്യുന്നതിനാണ് ഈ പറയുന്ന റൗണ്ട് റിബൺ എന്ന് പറയുന്നത്. അടുത്തൊരു ഓപ്ഷനാണ് സ്റ്റിക്കി അസൈൻമെൻറ്റ്. അതായത് ഒരു കസ്റ്റമറെ ഒരു ഏജൻറ്റിന് മാത്രം അസൈൻ ചെയ്യുക. വെരി ഫസ്റ്റ് ആൾക്ക് അസൈൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അടുത്ത ആൾക്ക് അസൈൻ ആയി പോകില്ല. അതിനാണ് അങ്ങനെ വരുന്നത്. ഡിഫോൾട്ട് ഏജൻറ്റ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ഡിഫോൾട്ട് കസ്റ്റമറുടെ ഏജൻറ്റിക്ക് തന്നെ പോവാം. ഓക്കെ, അതായത് ആ കസ്റ്റമേഴ്സിന് ഒരു ഏജൻറ്റ് നമ്മൾക്ക് മാനുവലി സെറ്റ് ചെയ്യാൻ പറ്റും. അതങ്ങനെ തന്നെ പോവാം. അതാണ് ഉദ്ദേശിക്കുന്നത്. സോ അതിനാണ് അസൈൻ ചാറ്റ് എന്ന് പറയുന്ന ഈ നോഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അസൈൻ യൂസർ എന്ന് പറയുന്ന ഈ നോഡ്. അടുത്തൊരു നോഡാണ് ബോട്ട് സ്റ്റാറ്റസ് എന്നുള്ളത്. ബോട്ട് സ്റ്റാറ്റസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചാറ്റ് ബോട്ടുകൾ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും പറ്റും. ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ചാറ്റ് ബോട്ട് വർക്ക് ചെയ്യുന്നതിൽ ഏതൊരു പർട്ടിക്കുലർ ആക്ഷൻ കസ്റ്റമർ എടുക്കുമ്പോൾ ചാറ്റ് ബോട്ട് സ്റ്റോപ്പ് ആവണമെങ്കിലോ അല്ലെങ്കിൽ എനേബിൾ ആണെങ്കിലോ നമുക്ക് ഈ ചാറ്റ് ബോട്ട് എനേബിൾ ഡിസേബിൾ ആക്കാൻ പറ്റും. സോ അതിനാണ് ചാറ്റ് ബോട്ട് എന്ന് പറയുന്ന ഈ ഒരു ഇത് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മാനുവൽ ചാറ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ വരുമ്പോൾ മാനുവൽ ചാറ്റ് ഓണാകുക ഓഫാകുക ആ ഒരു സംഗതി വർക്കൗട്ടാനാണ്. പിന്നെ സെറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. സെറ്റ് ആട്രിബ്യൂട്ട് മീൻസ് നേരത്തെ അപ്ഡേറ്റ് വേരിയബിളിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മളെ നിലവിലുള്ള കസ്റ്റമർ നെയിമിനെ നമ്മുടെ പുതിയ ഏതെങ്കിലും വേരിയബിളിൽ നിന്ന് ഡാറ്റ എടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് അപ്ഡേറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്ന ഈ ഒരു നോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ഏതിലേക്കാണോ ചേഞ്ച് ചെയ്യേണ്ടത് ചൂസ് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ നിലവിൽ പുതിയതായി ടൈപ്പ് ചെയ്തിട്ടുള്ള വേരിയബിൾ ചൂസ് ചെയ്തിട്ട് ജസ്റ്റ് സേവ് കൊടുക്കുമ്പോൾ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഫ്ലോ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിലേക്ക് ഡാറ്റ വരും. ആഡ് ടു ഗ്രൂപ്പ് എന്ന് പറയുന്ന നോഡ് വരുന്നുണ്ട്. ആഡ് ടു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോൺടാക്റ്റുകളെ നമുക്ക് ഗ്രൂപ്പിംഗ് ചെയ്യാൻ പറ്റും ആ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട്. സോ നമുക്ക് ആ ഒരു ഗ്രൂപ്പിലേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി ചാറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ആഡ് ചെയ്യാൻ പറ്റും. പ്ലസ് നമുക്കൊരു പ്രത്യേക ഒരു ആക്ഷൻ നടക്കുമ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യാനും സാധിക്കും. സോ അതിനാണ് ആഡ് ടു ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ ഒരു നോഡ് വർക്ക് ആവുന്നത്.
ദെൻ ഓർഡർ സ്റ്റാറ്റസ് ഉണ്ട്. അത് ഇ-കൊമേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു പർട്ടിക്കുലർ ആക്ഷൻ നടക്കുമ്പോൾ ഓർഡർ സ്റ്റാറ്റസ് പെൻഡിങ്ങോ ക്യാൻസൽ ആകാൻ വേണ്ടിയിട്ടാണ് ഓർഡർ സ്റ്റാറ്റസ് എന്നുള്ള ഈ ഒരു ഇത് വരുന്നത്. ദെൻ പ്രൊഡക്ട്സ് എന്നുള്ള ഒരു നോഡ് വരുന്നുണ്ട്. പ്രൊഡക്ട്സ് നോഡ് വർക്ക് ആവുന്നത് നമ്മൾ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമായിട്ട് നമ്മൾ വാട്സപ്പിന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സിന് എൻക്വയറിക്ക് അനുസരിച്ചിട്ട് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് അയക്കണമെന്നുണ്ടെങ്കിൽ നടക്കും. അതിന് നമ്മൾ വേണ്ടത് കാറ്റലോഗിൽ ഏത് കാറ്റലോഗിൻ്റെ ആണോ പ്രൊഡക്റ്റ് പോകേണ്ടത് ആ കാറ്റലോഗ് ചൂസ് ചെയ്യുക. എന്നിട്ട് ആ സെക്ഷനിൽ ഒരു ടൈറ്റിൽ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ബുക്സ് എന്നാണ് വിചാരിക്കുക. ദെൻ അതിലേക്ക് നമുക്ക് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കാറ്റലോഗിൻ്റെ അണ്ടറിലുള്ള കംപ്ലീറ്റ് പ്രൊഡക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ നമുക്ക് സേവ് ചെയ്യാം. സോ ഈ ഒരു പ്രൊഡക്റ്റ് എന്നുള്ള നോഡ് വേറൊരു ലിങ്കുമായി കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റുകൾ മാത്രം ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു കസ്റ്റമർക്ക് പോകും. ദെൻ അടുത്തൊരു ഓപ്ഷനാണ് പ്രൊഡക്ട്സ് എന്ന് പറയുക. ഫൈൻഡ് പ്രൊഡക്റ്റ് എന്നുള്ളത്. ഫൈൻഡ് പ്രൊഡക്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും പ്രൊഡക്റ്റുകൾ വാട്സപ്പിൽ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ബട്ടൺ അമർത്തി നമ്മൾ സെർച്ച് ചെയ്യാണ്. നമ്മുടെ ഫോർ എക്സാമ്പിൾ ബുക്ക് എന്നുണ്ടെങ്കിൽ BO എന്ന് അടിച്ചാൽ തന്നെ ആ ഒരു ബുക്കിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ബുക്കിൽ നിന്ന് വരുന്ന കംപ്ലീറ്റ് കാറ്റലോഗ് ഐറ്റംസ് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ കാറ്റഗറീസ് ഉണ്ട്. അതായത് പ്രൊഡക്റ്റുകൾ നമ്മൾ കാറ്റഗറി വൈസ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ, അതായത് ഫ്ലോയുടെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ കാറ്റഗറി വൈസ് ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാം. സോ ആ കാറ്റഗറി കാണിക്കുന്ന വേണ്ടിയിട്ടാണ് പ്രൊഡക്റ്റ് കാറ്റഗറി എന്ന് പറയുന്ന ഈ നോഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ അടുത്തൊരു ഓപ്ഷനാണ് ഓർഡർ ഹിസ്റ്ററി. ഒരു കസ്റ്റമർ നമ്മളിൽ നിന്ന് പ്രൊഡക്റ്റുകൾ ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഹിസ്റ്ററി കാണാൻ വേണ്ടിയിട്ടാണ് ഓർഡർ ഹിസ്റ്ററി എന്ന് പറയുന്ന ഈ ഒരു നോഡ് നിലവിലുള്ളത്. സോ മൊബൈൽ നമ്പർ കസ്റ്റമറുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് മൊബൈൽ നമ്പറിൽ നിന്ന് ഓർഡർ വന്ന ഡീറ്റെയിൽസ് ഹിസ്റ്ററി കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ദെൻ എൻഡ് സെഷൻ എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് ഒരു സെഷൻ എൻഡ് ആയാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അയാൾക്ക് അടുത്ത ഒരു കോൺവെർസേഷൻ ചാറ്റ് ബോട്ട് വർക്കൗട്ട് ആവുക. ഓക്കെ, അതായത് ഇപ്പോൾ ഒരാൾ ചാറ്റിനുകൊണ്ടിരിക്കുകയാണ്, അയാൾക്ക് എന്ത് ചെയ്യണം, ഇനി ചാറ്റ് ബോട്ട് വർക്കാവണം, മാനുവൽ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അയാൾക്ക് എൻഡ് സെഷൻ എന്ന് പറയുന്ന നോഡ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ദെൻ REST API എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നത്. REST API എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന നിലവിൽ നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന CRM അല്ലെങ്കിൽ ഇൻവെൻട്രി സോഫ്റ്റ്വെയറുകളോ അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള ഡാറ്റ API ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫ്ലോബിൽ കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് REST API എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ് നമുക്ക് വരുന്നത്. സോ അതിനാണ് നമ്മൾ REST API എന്ന് പറയുന്ന ഈ ഒരു നോഡ് യൂസ് ചെയ്യുന്നത്. ദെൻ ഗൂഗിൾ ഷീറ്റാണ്. ഗൂഗിൾ ഷീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിലുള്ള ഓരോ ഫീൽഡുകളും, ഇപ്പോൾ കസ്റ്റമറിൽ നിന്ന് ഡാറ്റ കിട്ടുന്ന ഓരോ ഫീൽഡുകളെയും ഒരു എക്സൽ ഷീറ്റിലേക്ക്, അതായത് ഗൂഗിൾ ഷീറ്റിലേക്ക് ഓട്ടോമാറ്റിക്കലി കണക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ദെൻ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു നോഡ് വരുന്നുണ്ട്. ഇത് നിങ്ങൾ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് സ്വീകരിക്കുന്ന ഏതെങ്കിലും സ്റ്റെപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു നോഡ് ഉപകാരപ്പെടും. അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ എന്താ പറയുക, എന്ത് മെസ്സേജാണ് കാണിക്കേണ്ടത് കസ്റ്റമർക്ക്, ബട്ടൺ എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്, അതുപോലെ ഏത് പേയ്മെൻറ്റ് അക്കൗണ്ടാണ് നമുക്ക് വേണ്ടത്. പേയ്മെൻറ്റ് അക്കൗണ്ട് നമുക്ക് സെറ്റിങ്സിൽ ആഡ് ചെയ്യാൻ കിട്ടും. ദെൻ എമൗണ്ട് എത്രയാണ് വേണ്ടത്, വേണമെങ്കിൽ ആ എമൗണ്ട് നിങ്ങൾക്ക് വേരിയബിൾ ആയിട്ട് എടുക്കാം. അതായത് കസ്റ്റമർ എമൗണ്ട് ചൂസ് ചെയ്തിട്ട് ആ എമൗണ്ട് ഇതിലേക്ക് ഓട്ടോമാറ്റിക് എടുക്കാം. ദെൻ കറൻസി ഏതാണെന്ന് കൊടുക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന പേയ്മെൻറ്റ് കോൺഫിഗറേഷൻ നമുക്ക് വരുന്നത്. ദെൻ അടുത്ത 2 ഓപ്ഷനാണ് സ്മാർട്ട് ലിസ്റ്റ് ആൻഡ് സ്മാർട്ട് ബട്ടൺ എന്ന് പറയുന്നത്. അത് നമുക്ക് API വഴി ലഭിക്കുന്ന ഡാറ്റ മൾട്ടിപ്പിൾ ഡാറ്റ എന്നുണ്ടെങ്കിൽ അതിനെ സ്മാർട്ട് ലിസ്റ്റിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ 2-3 ഡാറ്റ എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ബട്ടണുകളായിട്ട് മാറ്റാൻ പറ്റും. സോ ഇത്രയും നോഡുകളാണ് ഈ പറയുന്ന ചാറ്റ് ബോട്ട് എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇതിനുള്ള വേറെ സെക്ഷനൊക്കെ നമുക്ക് പരിചയപ്പെടാം. ആ സെക്ഷനാണ് ഫോംസ് എന്ന് പറയുന്നത്. സോ നമ്മളെല്ലാവരും നമ്മുടെ വാട്സപ്പിലേക്ക് പല കാര്യങ്ങൾക്കായിട്ട് ഫോമിൻ്റെ സർവേ അങ്ങനത്തെ കാര്യങ്ങൾക്കുള്ള മെസ്സേജുകളും വരാറുണ്ട്. സോ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഗൂഗിൾ ഫോമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ജോട്ട് ഫോമായിട്ടൊക്കെ ആയിരിക്കും അത് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. സോ നമ്മളെല്ലാവരും അത് ക്ലിക്ക് ചെയ്യാൻ മടിക്കാറുണ്ട്. കാരണം അത് ക്ലിക്ക് ചെയ്തതിന് എക്സ്റ്റേണൽ ആയിട്ട് ഒരു ലിങ്കിലേക്കാണ് പോവുക. സോ അതില്ലാതെ നമുക്ക് വാട്സപ്പിനുള്ളിൽ തന്നെ ഫോം ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സൊല്യൂഷനാണ് വാട്സപ്പ് ഫോംസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആക്ഷൻ നടക്കുമ്പോൾ ഈ ഫോം ഓപ്പൺ ആക്കിയിട്ട് വരാം. നമ്മളെ ഫ്ലോർ വീൽ നമ്മൾ സെറ്റ് ചെയ്യാം. നേരത്തെ ഫ്ലോയിൽ പറഞ്ഞ പോലെ ഫോം നോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഫോമിനെ ഓപ്പൺ ചെയ്യാം. സോ ഈ ഫോം ഓപ്പൺ ചെയ്ത് ആ ഒരു ഫോമിനുള്ളിൽ വാട്സപ്പിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. നമുക്കൊരു എക്സ്റ്റേണൽ ആയിട്ട് ഒരു
എന്താ പറയുക, ലിങ്കിലേക്കോ മറ്റോ പോകേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് ടെക്സ്റ്റ് വൈസ് ആയിട്ടോ അതല്ലെങ്കിൽ റേഡിയോ ബട്ടൺ ചെക്ക് ബോക്സ് എന്നുള്ള ഓപ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാറ്റ് ബോട്ട് എന്ന് പറയുന്ന സെക്ഷനിൽ പറയാനുള്ളത്. സോ പവർഫുൾ ആയിട്ടുള്ള ചാറ്റ് ബോട്ടുകൾ നിർമ്മിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു ചാറ്റ് ബോട്ട് അല്ലെങ്കിൽ ഫോം ഡിസൈൻ എന്ന് പറയുന്ന ഈ 2 ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങളുടെ ഇൻഡസ്ട്രിക്ക് വേണ്ടുന്ന ചാറ്റ് ബോട്ടുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. സോ സപ്പോർട്ട് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.